നാദമധുരത്തിന്റെ അമൃത പ്രവാഹമായി പാട്ടിന്റെ സൗന്ദര്യം വിരിഞ്ഞ സ്വപ്നവേദിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. കുട്ടിക്കുറുമ്പുകൾക്ക് കൂട്ടായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ശരത് അങ്കിൾ, മധു അങ്കിൾ ആൻഡ് അനു ചേച്ചി. കല്യാണ റൗണ്ടിൽ അതിമനോഹരമായൊരു ഗാനവുമായിട്ട് നമ്മുടെ ആര്യക്കുട്ടൻ ഫാമിലി എത്തുന്നു. വെൽക്കം ആര്യ ഓൺ സ്റ്റേജ്. നല്ല വേഷം കേട്ടോ കുഞ്ഞിന്. അടിപൊളി. എന്താണ് സ്റ്റൈൽ? വെരി ട്രെൻഡി സ്റ്റൈൽ മന്നൻ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ ഇവൻ ഒരു മരത്തെ നോക്കി. മക്കളെ മരത്തിനോടൊക്കെ സംസാരിക്കാറുണ്ടോ? അല്ല, ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ട്. ഡോക്ടറെ കണ്ടോ? കുഞ്ഞിലിട്ടുണ്ട്. മക്കളെ കുഞ്ഞെ സംസാരിക്കോ? ശരി, അപ്പൊ ഏത് പാട്ടാണ്? തങ്കക്കിനാ പൊങ്കൽ. തങ്കക്കിനാ പൊങ്കൽ. രാജാ സാർ. പിന്നെ വിദ്യാസാഗർ. രാജാ സാറിന്റെ സോങ് ആണെന്ന് പറഞ്ഞ വിദ്യാസാഗറിന്റെ ആണെന്നോ? മക്കളെ നീ ഇപ്പഴാ മരത്തിൽ നോക്കി നിന്ന് ചിരിച്ചാന്റെ കാര്യം മനസ്സിലായ? അതങ്ങ് ഉറപ്പിച്ച് പറ. ഫ്രണ്ട്സ് എന്നുള്ള പടം. അപ്പൊ ഇത് ആഘോഷമാണല്ലേ? കല്യാണം. അപ്പൊ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. മോനൊരു ഭാഗ്യം കൂടായി. കാരണം വീണ്ടും ഒരു കല്യാണം കാണാൻ. അന്ന് കണ്ടില്ലല്ലോ. അതെന്ത് പറ്റി? ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. അത് മക്കളെ അതൊന്നും കാണാമല്ലോ നിനക്ക്. അതൊരു ഭാഗ്യല്ലേ മക്കൾ. മക്കളെ അടിച്ചു പൊളിക്കടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
തനി തങ്കക്കിനാ പൊങ്കൽ അതിൽ താളം പിടിക്കുമ്പോൾ അഴകിനെ വിളിക്കുന്നു നിറമേഴും പൊലിക്കുന്നു. ആര്യക്കുട്ടാ, എന്തോ എന്തായാലും സന്തോഷമായില്ലേ? ആയി. ഡാൻസേഴ്സ് വേണ്ട, ഇത് ആ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുന്നു. അച്ഛൻ ശരിക്കും രജിസ്റ്റർ ഓഫീസിലായിരുന്നു കല്യാണം? അല്ലല്ല, പിന്നെ ഇവിടത്തേക്ക് വേണ്ടിയല്ലേ, പ്ലേക്ക് വേണ്ടി അങ്ങനെ ഇട്ടതാണ്. എന്തായാലും മോനെ നന്നായിട്ട് പാടി. ഇതിന്റെ ഒറിജിനൽ പിച്ചാണോ? അല്ലല്ലോ. അല്ലല്ല. കുറച്ച്. എന്നിട്ട് പോലും മോനെ ഈ കുറച്ചൊരു സ്ലിപ്പ് വരുന്നുണ്ട് വോയിസിന്, പാട്ടുമായി അവിടെ വരുന്നുണ്ട്. പിന്നെ സുരസോമ നീരാഴി, അനുപല്ലവിയുടെ എൻഡ്, അതുപോലെ തന്നെ ചരണത്തിന്റെ എൻഡ്, അവിടെ മോൻ അങ്ങോട്ട് എത്തുന്നില്ല. ഒന്നുകൂടെ പാടി നോക്കാം. മിന്ന മിന്നി പെണ്ണിൻ, അവിടെ തൊട്ടൊന്ന് പാടാം. ജസ്റ്റ് ഒന്ന് പാടി നോക്കി. പെണ്ണിൻ കണ്ണിൽ പൂക്കും മിന്നും പൊന്നും നൽകാം സുരസോമ നീരാഴി ദേവ പാലാഴി നീന്തി നീരാടിടാം. കൃത്യമായിട്ട് വന്നു മകൾ. അടുത്തത് ഒരു സാന്ധ്യ താരത്തിൽ ദേവതാരത്തിൽ സ്നേഹം മക്കളെ. അതുപോലെ മധുചൈത്ര സൗഗന്ധികം, മധുചൈത്ര സൗഗന്ധികം നിറപൂത്ത പൊൻചെമ്പകം. ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പാട്ടുമായി മധുചൈത്ര സൗഗന്ധികം, സുരസോമ, പിന്നെ ഒരു സന്ധ്യാതാരത്തിൽ. ഇത്രയാണ് മോന് സ്ലിപ്പായി പോയ സ്ഥലം. പാടി സ്ലിപ്പായി. ഇപ്പൊ കൃത്യമായിട്ട് അത് പാടി. പക്ഷെ പാടിയതിനല്ലേ തരാൻ പറ്റും മാർക്ക്. കുഴപ്പമില്ല, എന്നാലും മോൻ തെളിയിച്ചു. അതായത് യു ആർ എ ഗുഡ് സിംഗർ, പെർഫെക്റ്റ് സിംഗറായി. സന്തോഷമായിരിക്കും കേട്ടോ. കാരണം നമ്മളിപ്പം എപ്പോഴും പാടുമ്പോഴേ ഇത് എന്തെങ്കിലും സ്ലിപ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തത് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്തായാലും കല്യാണം കഴിഞ്ഞു, ബാക്കി എല്ലാ കാര്യങ്ങളും മക്കളുമായി പെട്ടെന്ന്, അതും വളരെ പെട്ടെന്ന്. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടി മോനെ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ എഴുതി വെക്കുന്ന ഒരേ ഏരിയകളായിരിക്കും. ഇതൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയത് മോൻ? ഇനി മരത്തിലൊക്കെ നോക്കി നിന്ന് വെയിലുകൊണ്ട് ശബ്ദം അടച്ചതായിരിക്കുമോ എന്ന് ശരത്തങ്ങൾ വിചാരിച്ചു. മോനെ ഈ അനുപല്ലവിയുടെ ചരണത്തിന്റെ എൻ്റെ ആ ടോപ്പ് പോർഷൻ സംഗീതം അതൊരു നല്ല സുഖമുള്ള ഒരു ഏരിയ ആണ്. അയ്യോ ഇത് കയ്യിൽ നിന്ന് പോയല്ലോ കൊച്ചിന്റെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എം ജി അങ്കിൾ പാടിച്ചപ്പോ അതിമനോഹരമായിട്ട് പാടി. നമ്മളൊക്കെ ഞെട്ടി സത്യത്തിൽ. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എനിക്ക് സന്തോഷം മക്കൾ എന്നൊക്കെ തിരിച്ച് പാടിയപ്പം മനോഹരമായിട്ട് പാടി മോനെ. ഓൾ ദി ബെസ്റ്റ്. പാട്ട് ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. നല്ല ബ്രില്യൻ സിംഗറാണ്, മിടുക്കനായിട്ടുള്ള പാട്ടുകാരനാണ്. ഇനിയിപ്പോ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എല്ലാരും നോട്ട് ചെയ്ത് ഏരിയകളാണ്. അതെ, ഇനി അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. അതിപ്പോ ശബ്ദം ഒന്ന് പാളിപ്പോയിന്നേ ഉള്ളൂ, അത് മോന്റെ കുഴപ്പമില്ല. അതെ, പ്രായത്തിന്റെ ആ വോയിസ് ബ്രേക്ക് ആവുന്ന. അപ്പൊ നമുക്ക് എപ്പോ വെള്ളി കിട്ടുന്ന പഠിപ്പിച്ചപ്പോ കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ ഈ കല്യാണമൊക്കെ നടന്ന് സന്തോഷമായിട്ടിരിക്കല്ലേ? നീ എന്തോ ഇറുക്കാൻ ഞണ്ടോ? ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? ഈ അങ്കിളുടെ പാട്ടാ. തൂവാനിലോടുന്ന വർണ്ണമേഘമേ, ആരോമലാളിന്റെ ദൂതുമായി വരൂ. തൂവാനിലോടുന്ന വർണ്ണമേഘമേ, ആരോമലാളിന്റെ ദൂതുമായി വരൂ. മാനോടും മേടിനും മേലെയായി, മാവേലിക്കാവിനും താഴെയായി. മാനോടും മേടിനും മേലെയായി, മാവേലിക്കാവിനും താഴെയായി. നീയും കേട്ടോ പൂവിളികൾ, കളിപ്പന്തുമായി മനം തേടുന്നു. താം തക തകിട ധീം തക തകിട തോം, പൊൻപദമിളകി വെൺതിര കുളിരവേ. താം തക തകിട ധീം തക തകിട തോം, ചെന്തളിരിളകി മർമ്മരമുതിരവേ. ആലോലം ആലോലം നിറമാടും പൂമാനം, കളിപ്പന്തുമായി മനം പാടുന്നു. താം തക തകിട ധീം തക തകിട തോം, പൊൻപദമിളകി വെൺതിര കുളിരവേ. താം തക തകിട ധീം തക തകിട തോം, ചെന്തളിരിളകി മർമ്മരമുതിരവേ. ഒരുപാട് സന്തോഷം ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ. എന്നാലും കണ്ണ് തെറ്റാതിരിക്കട്ടെ. അസലായിട്ട് പാടി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
യു ആർ എൻ അമേസിങ് സിംഗറാണ്, മിടുമിടുക്കനാണ്. അങ്ങനെ വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ് പാടുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ പ്രൗഡാവണം. അത്രയും മനോഹരമായിട്ട് ആര്യ പാടുന്നു. എനിവേ ഇത് കാണുമ്പോൾ ഞാൻ രാജാ സാറിൻ്റെ പാട്ടൊന്ന് തന്നെ പാടിത്തരാമെന്ന് എനിക്ക് തോന്നി. എനിക്ക് വേറൊന്നും പറയാനില്ല. நான் தேடும் செவ்வந்தி பூவிது ஒரு நாள் பார்த்து அந்தையில் பூத்தது. அட நான் தேடும் செவ்வந்தி பூவிது ஒரு நாள் பார்த்து அந்தையில் பூத்தது. பூவோ இது வாசம் பூவோ மினி காதல் தேசம். பூவோ இது வாசம் பூவோ மினி காதல் தேசம். நான் தேடும் செவ்வந்தி பூவிது ஒரு நாள் பார்த்து அந்தியில் பூத்தது. കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ വെഡിങ്. എത്ര കൊല്ലമായി ഇപ്പോ വെഡിങ് ആയി? 17 അല്ലേ? ഇനിയും ഗോൾഡൻ ജൂബിലി, ഡയമണ്ട് ജൂബിലി ഒക്കെ വളരെ സന്തോഷമായിട്ടിരിക്കണം. ഓൾ ദി ബെസ്റ്റ് ബോത്ത്. അപ്പോഴൊക്കെ അനുവിനെ വിളിച്ചാൽ അനു ഒന്ന് പാടിത്തരും. തീർച്ചയായിട്ടും പാടിത്തരും. വേറൊരു പാട്ട് പാടിത്തരും. We are giving you 98 out of 100. Thank you, sir. ആദ്യം ഒരു കല്യാണ പൂക്കുറ്റി. Thank you, sir. താങ്ക് യു. കുറുമ്പുകൂട്ടിലെ കുഞ്ഞു മണിമുത്ത് നമ്മുടെ താരക്കുട്ടി എത്തുന്നു. വെൽക്കം താര ഓൺ സ്റ്റേജ്. ഓ സുന്ദരി വായോ താര, ഹലോ. മുടിയൊക്കെ വേറൊരു സ്റ്റൈലിലാണല്ലോ. ഇതെന്തൊരു സ്റ്റൈലായത്! അടിപൊളി ഉടുപ്പാണല്ലോ. മക്കളെ മോളെ ഇതെന്താണ് ഈ പാവാട ഇങ്ങനെ ചുറ്റി വരി ഇങ്ങനെ മേളോട്ട് പോകുന്നത്? അസാധ്യം. മാത്രല്ല ഒന്ന് ചരിഞ്ഞ് ദൈവമേ, അയ്യോടാ സൂപ്പർ ആയിട്ടുണ്ട്. അവക്ക് തന്നെ താങ്ങുന്നില്ല. താര, മീനൂട്ടി പോലും ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ടിട്ടില്ല ഇതുവരെ. ഈ സ്റ്റൈൽ ഒന്നും ഇട്ടിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്റ്റൈൽ ഞാൻ കാണുന്നത്. താരക്കുട്ടി ഒന്ന് മിണ്ട്. ഒത്തിരി സുന്ദരി. നാണം വന്നോ? മോളെ മക്കള് കണ്ണാടി നോക്കിട്ട് ഞെട്ടിയോ? അയ്യോ എന്താ ഇത്ര സൗന്ദര്യം ഒന്ന്? അതെ, കണ്ണാടി നോക്കിട്ട് ഞെട്ടിയിട്ടില്ല. ഞങ്ങള് ഞെട്ടിയ മക്കളെ, ഞങ്ങള് ഞെട്ടി. ഞെട്ടാനുള്ള കാര്യം ഇത്ര സൗന്ദര്യം ഞങ്ങൾ കണ്ടിട്ടല്ലേ ഈ ലോകത്ത് എവിടെ. അവക്ക് തന്നെ സന്തോഷം. എന്താ കാര്യം പറ. പിന്നെ ഞാൻ പാടുന്ന പാട്ട് ഏതെന്ന് ചോദിച്ചാ ഏതോ ഞങ്ങള് ചോദിച്ചില്ലല്ലോ. അറിയേണ്ട കാര്യമല്ല മക്കളെ. ഏതോ ജന്മകൽപ്പന ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് മോടെടുത്ത് സംസാരിച്ചാൽ ഞങ്ങൾക്ക് പാട്ടൊന്നും കേൾക്കണ്ട. കുഞ്ഞ് എന്തെങ്കിലും സംസാരിക്കണം. ഞാനത്ര കഷ്ടപ്പാടോണെന്നാ പഠിച്ചത്. കഷ്ടപ്പെട്ട് പഠിച്ചു വന്നാണോ? ആണോ? ശരിക്കും ശരിക്കും എങ്ങനെ കഷ്ടപ്പെട്ടെ? കിളച്ചോണ്ടാ കുഞ്ഞ് പഠിച്ചത്. അല്ല മകളെ, വയലൊക്കെ ഉഴുതോണ്ട് ഏതോ ജന്മ. വേഗം ഒന്ന് പാടട്ടെ. നമുക്ക് ഇത്തിരി സംസാരിക്കാന്നേ, എന്നിട്ട് പാടാം. ഒന്ന് വെക്കുക. അല്ല വെക്കല്ലേ. താരക്കുട്ടി കണ്ട ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാം. താരക്കുട്ടി മോടെ സൈഡിൽ ഞാനുണ്ട് കേട്ടോ. എന്നാ പാടിക്കോ. മക്കളെ കുറച്ച് സംസാരിക്കടാ. ഇപ്പൊ സംസാരിപ്പിച്ചു തരാം. മോളെ ഏത് സിനിമയാ? പാളങ്ങൾ. സംസാരിക്കും. ആരാ മ്യൂസിക്, സംഗീതം? ജോൺസൺ മാസ്റ്റർ. നിങ്ങളല്ലേ മിണ്ടി കേൾക്കണം എന്ന് പറഞ്ഞു. ഇനി ആരാ എഴുതിയത്? പൂവച്ചൽ കാഥ. പിന്നെ ആരാ പാടിയത്? വാണി ജയറാം. ഇനി എന്ത് വേണം? അതെ, സൗന്ദര്യത്തിൽ ഒന്നാമത്, ഡ്രസ്സിങ്ങിൽ ഒന്നാമത്, പാടുന്നതിൽ ഒന്നാമത്, സിനിമ ബാക്കിയുള്ള വിവരാവകാശം വെച്ചെടുക്കുന്നതിൽ ഒന്നാമത്. ഓരോന്ന് പറയുമ്പോഴും ഞെട്ടണേ. മക്കളെ കുഞ്ഞെ പാടിക്കോ മക്കളെ. പാടിയിട്ട് സംസാരിക്കാം കേട്ടോ. മക്കളെ സംസാരിക്കണ്ടല്ലോ. ഇനി
ഇനി ഇത് പറഞ്ഞിരിക്കല്ല പ്ലീസ്. സമ്മതിച്ചു. ഇനി പാടിക്കേണ്ടി സംസാരിക്കാം. ശരി. ഓക്കെ. ഏത് പാട്ടാ പാടുന്നേ? ഏതോ ജന്മക്കൽ. ഓക്കെ. ജോൺസൺ മാസ്റ്റർ അല്ലേ? ഏതോ അങ്ങനെ തന്നെ പാട്ടേട്ടാ. ഏതോ ജന്മ അതന്നെ കൽപ്പന. ഏതോ ജന്മ കൽപ്പന അതന്നെ. ഇന്നും നീ വന്നു ഒരു നിമിഷം പ്ലീസ് ഒന്ന് എന്റെ പാട്ട് വയ്ക്കാവോ? അയ്യോ ജന്മകൽപ്പനയേതോ അറിയാതെ എന്തിനാ നിങ്ങളിപ്പോ പാടുന്നത്? മക്കളെ കണ്ടപ്പോ ഒരു ഇൻസ്പിറേഷൻ. മ്യൂസിക് ഓഫ് ആക്ക്. അയ്യോ ഓഫാക്കല്ലേ. അതെന്തിനാ ഓഫ് ചെയ്തേ? ഓഫാക്കാൻ പറ. അവള് പറഞ്ഞാ കേക്കണം. ഓക്കെ. അത്ര കമാൻഡിങ് ആ കുഞ്ഞ്. ഇനി പാട്ട് വെച്ചോട് നേരെ എന്റെ പാട്ട്.
തകർത്തു. അസലേ സൂപ്പർ സൂപ്പർ മകളെ. താരക്കുട്ടി, ഒന്നും പറയാനില്ല അങ്കിളിന്. അങ്കിള് കേട്ടിങ്ങനെ എന്താണ് പുളകതനായിട്ടിരിക്കുകയാണ്. ഇതൊരു അത്ഭുതമാണല്ലേ. അതെ, ഓ മൈ ഗോഡ്. കാരണം സംസാരിക്കുമ്പോൾ അത് കുറേ സംസാരിക്കും, എന്നിട്ട് പാട്ടിലോട്ട് കയറുമ്പോൾ ആളങ്ങ് മാറി, പിന്നെ താരയല്ല, പാട്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് താര റാണിയാണ്. ആഹാ, മക്കളെ അസലായിട്ട് പാടി. ഇത് ഈ സിനിമ മോളിന്റെ വീഡിയോ എല്ലാം കണ്ടോ? കണ്ടില്ല. അസാധ്യ സിനിമയാണ്. കാരണം പാളങ്ങൾ എന്ന് പറഞ്ഞ ഭരതേട്ടൻ്റെ സിനിമയാണ് ഇത്. നെടുമുടി വേണു, സരീന വഹാബുമാണ്. ഓ, എന്തൊരു പിക്ചറൈസേഷനും എന്തൊരു ഫിലിമാണെന്നറിയോ, സ്ക്രിപ്റ്റും. മോൾ അതൊന്നും മനസ്സിലാവാതെ തന്നെ, ഈ പടവും കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ആ പാട്ടിൻ്റെ, ജോൺസേട്ടൻ കൊടുത്തിരിക്കുന്ന ആ ട്യൂണിൻ്റെയും വാണിയമ്മ പാടിയ ആ പാട്ടും കേട്ട് മോൾ അതിമനോഹരമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ആ സിനിമയുടെ ആ കംപ്ലീറ്റ് ആ രസകരമായിട്ടുള്ള മൂമെൻറ്റ്സ്, ഈ പാട്ടിൻ്റെ ഇവർ തമ്മിലുള്ള ഇത് മനസ്സിൽ വന്ന് മോള് പാടിയപ്പോൾ, അതാണ് താരയുടെ പവർ. ഉമ്മ. ശരത്തേട്ടാ, താങ്ക് യു മക്കളെ, താങ്ക് യു. ആ കുഞ്ഞിന്റെ മനസ്സിലെ സിൻസിയറായിട്ട് മക്കളെ ആസാദ്യമായിട്ട് പാടി. മോളൊരു ജ്ഞാനസ്ഥയാടാ, അത് കുഞ്ഞിനെ അറിഞ്ഞൂടാ. മക്കൾ പാടുമ്പോൾ ഓരോ ഫ്രേസ് പാടുമ്പോഴും ഞങ്ങൾ ഇവിടെ നിന്ന് ഞെട്ടുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടാണ് മോള് പാടുന്നത്. ഇതൊക്കെ ഇപ്പോഴാണോ മനസ്സിലായെന്ന്? അതാണ് കുഞ്ഞ് ചോദിക്കുന്നത്. എന്തൊക്കെയാലും ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത നൊസ്റ്റാൾജിയാണ്. നമ്മുടെ മനസ്സിൽ പഴയ കാലങ്ങളും ഒക്കെ ഓർമ്മ വരിക കേട്ടോ. ഇതൊക്കെ താങ്ക് യു സോ മച്ച് മക്കൾ. അസാധ്യമായിട്ട് പാടി. ഐ ലവ് യു ലവ് യു ലവ് യു ലവ് യു ലോട്ട്സ്. താരറാണി അടിപൊളിയായിട്ട് പാടി കേട്ടോ. മധുമംഗളുടെ വളരെ ഇഷ്ടപ്പെട്ടു. ആ, പിന്നെ ഫീലോ വെറുതെ അല്ല, കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പഠിച്ചു വന്നതിന്റെ ഗുണം കണ്ടു. അത് പക്ഷേ പെട്ടെന്ന് ഒരു 4-5 ദിവസത്തിൽ ഞാൻ പഠിച്ചതേ. 4-5 ദിവസം കൊണ്ടാണ് പഠിച്ചേ. ഓക്കെ, അപ്പൊ മധുമംഗളുടെ 2 പാട്ടങ്ങ് താരക്കുട്ടിക്ക് പാടിത്തരാം. ഓക്കെ. മനതാരിലെന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി, മമ ജീവനിൽ പ്രിയരാഗമായി വാ. മനതാരിലെന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി, മമ ജീവനിൽ പ്രിയരാഗമായി വാ. ഇത് രവീന്ദ്ര മാഷ് ചെയ്ത പാട്ട്. ഇനി ഈ ശരത്തങ്ങൾ ചെയ്തൊരു പാട്ടുണ്ട്. പൊൻചിലമ്പൊലികളാർന്ന മന്മഥ വിനോദ താളം, മന്ദമാരുതകരങ്ങൾ ചേർന്ന മതിമോഹജതിയായി. പൊൻചിലമ്പൊലികളാർന്ന മന്മഥ വിനോദ താളം, മന്ദമാരുതകരങ്ങൾ ചേർന്ന മതിമോഹജതിയായി. ഹംസങ്ങൾ താനവർണ്ണങ്ങളാടിയാനം തനം തനന്തം, താനങ്ങളേറ്റു പൊൻവീണ പാടിയാനം തനം തനന്തം. പഞ്ചേന്ദ്രിയങ്ങൾ തേടുമാനന്ദ കണമാത്മാവും ഒരു സംഗീതമായ രാഗം, മധുമയമാം രാഗം, ആനാദം, അനുപമലയകരനാദം. എനിക്ക് ശരത്തങ്ങള് പാട്ട് അറിയാം. എന്നെ അമ്മ ചെറിയപ്പോൾ എന്റെ 3 വയസ്സിലപ്പോള് എന്നെ സാരിഗമ പഠിപ്പിക്കുമ്പോ ഇത് പഠിപ്പിക്കലുണ്ട്. ശരിക്കും വെറുതെ അല്ല താരക്കുട്ടി ഇങ്ങനെയൊക്കെ പാടുന്നത്. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട് പാടിയിരുന്നു. താരക്കുട്ടി ഒരു രക്ഷയില്ല, അസലായിട്ട് പാടി.
തകർത്ത് പാടി, മെടുമിടിക്കായിട്ട് പാടി. എന്ത് പറയാനാ, എനിക്ക് വാക്കുകൾ പോരാ, അത്ര നല്ലോണം പാടി കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അപ്പൊ ഒന്നും പറയാനില്ല, നീ വേറെ ലെവലാണ്. അപ്പൊ ഞാനും ഒരു പാട്ട് പാടി തരട്ടെ. മലർകളെ നാദസ്വരങ്ങൾ മംഗളതേരിൽ മണക്കോലം വർണ്ണജാലം വാനിലേ. മലർകളെ നാദസ്വരങ്ങൾ മംഗളതേരിൽ മണക്കോലം വർണ്ണജാലം വാനിലേ. മലർകളെ വെരി ഗുഡ്. ഇനി എന്താ വേണ്ടേ? എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ കുഞ്ഞിന്? അല്ല, കഴിഞ്ഞിട്ട് എന്തോ സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. സംസാരിച്ചല്ലേ, പാട്ട് പാടിക്കേണ്ടി സംസാരിക്കുന്നു പറഞ്ഞില്ലേ? അല്ല മധു, നമുക്ക് ഈ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോവാം, എന്നിട്ട് അവിടെ എടുത്ത് സംസാരിക്കാം. എന്നാ അങ്ങനെ ചെയ്യാല്ലേ? അതെ, ഞാൻ വരെ വീട്ടിൽ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. മക്കളെ നമുക്ക് പോവാല്ലേ? ഞാൻ ഈ പൂക്കുറ്റി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങ് പോവാം. ഇവരൊക്കെ ഇവിടെ കിടന്ന് വിളിക്കട്ടെ അല്ലേ? ഓക്കെ ചക്കരെ, ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ താരപ്പൂക്കുറ്റി. താരക്കുട്ടി എന്റെ കൂടി വരുവോ? സന്തോഷായി. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ നമ്മുടെ ഫിനാലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയാണ്. വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരൊക്കെ കാണുന്നതും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി പറയാം. സീസൺ 5ന്റെ ഓഡീഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ കൂടെ പങ്കെടുക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓഡീഷൻസിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ കാത്തിരുന്ന് കാണുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.